ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇതൊരു മീഷോ കിഡ്സ് ഹോൾ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് മൊത്തം തന്നെ എൻ്റെ മോൾക്ക് വാങ്ങിയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കുറേ അധികം പ്രൊഡക്ട്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. കുറേ ആയി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ, ഈ ഹോൾ വീഡിയോസ് ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള കുറേ ആയി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് കിഡ്സ് ഹോൾ ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു എല്ലാ പ്രൊഡക്ട്സും തന്നെ അഫോർഡബിൾ പ്രൈസിന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ വാങ്ങുന്നതിൽ എനിക്ക് ഏറ്റവും എന്താ പറയാ, ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നുന്ന പ്രൊഡക്ട്സ് ഒക്കെ തന്നെ ഞാൻ വീഡിയോ മാക്സിമം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മോൾക്ക് എടുത്ത പോലെ തന്നെ കുറേ അധികം പ്രൊഡക്ട്സ് മോനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇടണ്ടാന്ന് ചിന്തിച്ചത് കൊണ്ടാണ് മോൾക്ക് വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിലൈറ്റ് ആകേണ്ട വീഡിയോട്ട് പോവാം. അപ്പൊ ഞാൻ എൻ്റെ ബേബീസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് റോംബേഴ്സ് തന്നെയാണ് കേട്ടോ. പുറത്ത് പോകുമ്പോഴായാലും വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് റോംബേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ റോംബേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. എനിക്ക് മീഷോയിൽ നിന്ന് മോൾക്ക് വാങ്ങി വെച്ചിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി സ്യൂട്ടാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത്. ഭയങ്കര രസമുള്ള ഒരു ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഭയങ്കര രസമുള്ളൊരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ അതിന്റെ കളറൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. മോൾക്ക് വെയർ ചെയ്ത് കാണാനായിട്ടും ഭയങ്കര എന്താ പറയാ, നല്ല രസമുള്ള ഒരു ബോഡി സ്യൂട്ടാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ സൈഡിലായിട്ട് മൊത്തത്തിലുള്ള ഒരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് വന്നിട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു ബോയ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സംഭവം ഉള്ളൂ, സ്ലീവിന്റെ ഈ ഒരു സാധനം രണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഗോൾഡൻ കളർ ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ട് താഴ്ഭാഗത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ടും ഒരു 3 ബട്ടണാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കളർ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് നോക്കുന്ന സമയത്ത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, ബേബീസിനൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും അവർക്കും വെയർ ചെയ്യുന്ന സമയത്ത് കുറച്ചല്ല കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ബോഡി സ്യൂട്ട് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നതാണ് ഏറ്റവും എന്താ പറയാ ഇതെന്ന് പറയുന്നത് കേട്ടോ. ഒരു 200 റുപ്പീസ് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. നമ്മളൊക്കെ ബേബീസിന് കൂടുതലും പുറത്ത് നിന്ന് എടുക്കുന്നവരായിരിക്കും. ഡ്രസ് എല്ലാ കാര്യങ്ങളും പുറത്തു നിന്നായിരിക്കും. അത്യാവശ്യം മാത്രമാണ് ഈ ഓൺലൈനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കാറുള്ളൂ അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പുറത്തു നിന്ന് മക്കൾക്ക് വാങ്ങുന്ന ഡ്രസ്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റിയിൽ ഇത്രയും പ്രൈസ് കുറവിന് കിട്ടിയ ഈ ഒരു ഡ്രസ്സ് എന്തുകൊണ്ട് വേർത്താണ് കേട്ടോ. ആ ഒരു പ്രൈസിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഭയങ്കര രസമുള്ളതാണ് കേട്ടോ. ഞാനിത് ചൂസ് ചെയ്തിട്ടുള്ള സൈസ് വന്നിട്ട് ഒരു 3 to 6 ആണെന്ന് തോന്നുന്നു കേട്ടോ. 3 to 6 ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള, അല്ല 6 to 9 ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് കേട്ടോ. ഒരു 1 year വരെയുള്ള സൈസസ് ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് കൂടിയാണ്. എന്തുകൊണ്ടും ആ പ്രൈസിന് വർത്ത് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത്. ഒരു 2 പീസ് പോലെ വന്നിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് അകത്തിടാനായിട്ട് ഈ ഒരു ഇന്നർ ടൈപ്പും പിന്നെ പുറത്തായിട്ട് ഇങ്ങനെയുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഇതും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ബ്ലാക്ക് സ്ട്രൈപ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ലോങ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഒരു എക്സ്ട്രാ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഡ്രസ്സ് തന്നെയാണ്. പിന്നെ അതിന്റെ പുറത്തായിട്ട് വെയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ഇത് കേട്ടോ. അതിനേക്കാളും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. നല്ലൊരു രസമുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ഈ രണ്ട് കണ്ടില്ലേ, ഇവിടെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇങ്ങനെ 2 ബട്ടണൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും നല്ലൊരു രസമുള്ളൊരു ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ബലിപ്പെരുന്നാളിന് ഞാൻ എൻ്റെ മോൾക്ക് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു ഡ്രസ്സ് തന്നെയാണ്. ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് ഒരു പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് റോംബ്ര ആയതുകൊണ്ട് തന്നെ സൈസസ് ഒക്കെ വന്നിട്ട് 1 year വരെ, ന്യൂ ബോൺ സൈസ് മുതൽ 1 year വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ന്യൂ ബോൺ സൈസ് മുതൽ ഒരു 5 years വരെയുള്ള ബേബി ഗേൾസിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സൈസ് തന്നെ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. ആൻഡ് ഇതിന്റെയും പ്രൈസ് വന്നിട്ട് ഒരു 200 സംതിങ് മാത്രമേ ഉള്ളൂ. 202 റുപ്പീസ് ഒക്കെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പ്രീപെയ്ഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ക്യാഷ് പ്രീപെയ്ഡ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും കേട്ടോ. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ടോപ്പ്, അകത്തെറിഞ്ഞ ടോപ്പിനേക്കാളും
എത്രയോ ഭയങ്കര രസമുള്ളൊരു ഇതാണ് കേട്ടോ പുറത്തിടുന്നത് വന്നിട്ടുള്ളത്. ഇതിൽ കൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഉണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതും എന്തുകൊണ്ടും ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സന്തോഷമൊക്കെ തരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഒരു പ്രൈസ്, അതായത് ഒരു ഡ്രസ്സ് വാങ്ങുന്ന പ്രൈസിന് 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇതാണ് ഈ ഒരു ഡ്രസ്സ്. ഇത് 2 2 പീസ് സെറ്റ് ആണ് കേട്ടോ. ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് തന്നെ ഞാൻ ആദ്യം പറയാം. ഒരു 250 ഓർ 60 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു അത്രയേ വരുന്നുള്ളൂ പ്രൈസ്. അങ്ങനെ ആ ഒരു പ്രൈസിന് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു 2 പീസ് വരുന്ന 2 സെറ്റ് കേട്ടോ. ഞാൻ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഒരു ചെക്ക് പ്രിന്റൊക്കെ ആയിട്ടുള്ള ഒരു ബോട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബോട്ടം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ടോപ്പ് ഭയങ്കര രസമുള്ള ഒരു കോട്ടൺ പ്രിന്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇത് സ്ലീവ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഒരു പോൾക്കാ ഡോട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്ക് ഒക്കെ ആയിട്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയാ ഫ്ലെക്സിബിൾ ആവുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് അതേപോലെ തന്നെ വന്നിട്ടുള്ള ഒരു 2 പീസ് സെറ്റിൽ ടോപ്പ് ബോട്ടം സെറ്റിൽ വന്നിട്ടുള്ളതാണ്. ഒരു ടോപ്പ് വന്നിട്ട് വൈറ്റ് കളർ ടോപ്പ് കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ബാക്കിലായിട്ട് വന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതേ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടില്ലേ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിന്റെ ബോട്ടും വന്നിട്ട് സെയിം അതിനോട് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു ബോട്ടം തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ലൊരു ബോട്ടം തന്നെയാണ് കേട്ടോ. സെയിം ബോട്ടം തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതും ന്യൂ ബോൺ സൈസ് മുതൽ 6 ഇയേഴ്സ് വരെയുള്ള ബേബി ഗേൾസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് തന്നെയുണ്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. ആ ഒരു 250 റുപ്പീസിനൊക്കെ ഒരു 2 പീസ്. ഇപ്പൊ ഇത് ഒരു ബോട്ടം മാത്രം നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിന് എക്സ്ട്രാ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട്സ് അല്ലെങ്കിൽ ജീൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് വെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഈ ഒരു 2 ടോപ്സ് തന്നെ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ. ഇത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതില് ആ വൈറ്റിങ് എന്റെ മോൾക്ക് യൂസ് ആക്കിയിട്ടില്ല, പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കാണാനാണെങ്കിലും ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ എക്സ്ട്രാ ആ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് കാണാം. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു എയർലൈൻ ഫ്രോക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ക്വാളിറ്റിയാണ്. ഈ ഒരു ഡ്രസ്സ് നമുക്ക് വെയർ ചെയ്ത് കാണുമ്പോഴും നമ്മുടെ ബേബീസിനെ കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ അതിന്റെ ക്വാളിറ്റി കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഇത്ര നേരം കണ്ടിട്ടുള്ള ആ ഒരു ടോപ്പിന്റെയൊക്കെ ആ ഒരു ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിന്റെ നെക്കൊക്കെ വന്നിട്ട് ഒരു മീൻസ് കോളം നെക്കൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ്. സ്ലീവ്ലെസ് ആയപ്പോൾ തന്നെ എക്സ്ട്രാ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ബേബീസിനൊക്കെ സ്ലീവ്ലെസ് ഡ്രസ് ഒക്കെ ഇട്ട് കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും. അങ്ങനെ ഇതൊരു എബോ ആ ഒരു സൈസിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതിന്റെയും എന്താ പറയാ, ഇതും ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ബേബിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ വെയർ ചെയ്തിട്ട് ആ ഒരു എക്സ്ട്രാ ഒരു ഷൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് വെയർ ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് ഭയങ്കര ക്യൂട്ട് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 2 കളേഴ്സും കൂടി ആ പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റും ഉണ്ട്, പിങ്കും ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പിസ്ത ഗ്രീൻ ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സ് തന്നെയാണ്. കുട്ടി കുട്ടി പ്രൈസ് അല്ലേ വരുന്നുള്ളൂ. നമ്മുടെ ബേബീസിനെ ആകുമ്പോൾ നമ്മൾ കുറെ ഇങ്ങനെ ഒരുക്കി കുറെ അധികം ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കാൻ നമ്മളെല്ലാ പാരന്റ്സിനും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കുട്ടി കുട്ടി പ്രൈസിനൊക്കെ ഇതുപോലത്തെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇട്ട് കഴിഞ്ഞാലും ചൂടെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ ബേബീസിന് പിന്നെ പൊതുവെ ഇങ്ങനത്തെ ഡ്രസ്സസ് ഒന്നും ആരും അങ്ങനെ കൂടുതലായിട്ട് വെയർ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോഴേക്കും നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. കോട്ടൺ പ്രിന്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഇതും 200 സംതിങ് മാത്രമാണ് പ്രൈസ് വരുന്നത്. ഇതിന്റെയും ഒരു 5 ഇയേഴ്സ് വരെയുള്ള ബേബി ഗേൾസിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു വലിയ സൈസ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കളറും കൂടി നല്ല ക്യൂട്ട് ആയിട്ടുള്ള 2 കളേഴ്സും കൂടി ഉണ്ട്. ഒരു റോസും വൈറ്റ് ഉണ്ടോ. ഞാൻ വൈറ്റ് ആണ് വേറൊരു പേജിലായിട്ട് ഇതിന്റെ തന്നെ സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളൊരു ബ്ലാക്ക് ആണ് ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്ത് നോക്കാൻ പോയപ്പോൾ എന്റെ മോളുടെ സൈസ് മാത്രം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോനിക്ക് ഇതുപോലൊരു പിസ്ത വൈറ്റ് കളറിൽ ഒരു ഡ്രസ്സ് എടുത്തത് കൊണ്ടും മോൾക്ക് സിമിലർ ആയിട്ട് ഈ ഒരു പിസ്ത കളർ എടുത്താണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മോൾക്ക് വെയർ ചെയ്ത് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു അഫോർഡബിൾ പ്രൈസിന് കിട്ടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറെ പ്രൊഡക്റ്റ് കാരണം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഡെനിം
ഷോർട്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ പാരന്റ്സിനും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ലേ നമ്മുടെ ബേബി ഗേൾസിനായിക്കോട്ടെ ബോയ്സിനായിക്കോട്ടെ നമുക്ക് ഡെനിമൊക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര രസമായിരിക്കില്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ബ്ലൂ ഡെനിമ് അതിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഒരു ലവ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു എക്സ്ട്രാ പ്രിന്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ 2 പോക്കറ്റ്സ് ഉണ്ട്, ബാക്കിലും 2 പോക്കറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. 2 ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ എക്സ്ട്രാ കൂടുതലായിട്ട് ഈ ബട്ടൺസ് വരുമ്പോൾ നമുക്ക് സൈസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഇതായിരിക്കും അല്ലേ. പിന്നെ ഇതില് സിബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സിബ് ഇതേപോലെ തന്നെ ചില ഡെനിമൊക്കെ മുൻപായാലും മിഷീനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ സിബിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കണ്ടുവരാറുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ടൈറ്റ് ആവുക, അല്ലെങ്കിൽ സിബ് ക്വാളിറ്റി ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് പല ഡ്രസ്സസ് ഇപ്പൊ നമ്മുടെ സൈസിലുള്ള ഡ്രസ്സസ് പോലും എടുക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന്റെ സിബ് നല്ലൊരു സിബായിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു നല്ലൊരു സിബ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു ഡെനിമായിട്ട് തന്നെ തോന്നി. എനിക്ക് തോന്നുന്നു ഇതും വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളർ പോകുന്ന ടൈപ്പിലുള്ള ഡെനിം എല്ലാമാണ് കേട്ടോ തോന്നുന്നത്. അല്ലേ, നല്ലൊരു ഡെനിമ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. 250 റുപ്പീസിനാണ് ഈ ഒരു ഡെനിമ വാങ്ങിയിട്ടുള്ളത്. എന്റെ മോൾക്ക് ഞാൻ പുറത്ത് നിന്ന് ഞാനിപ്പോ 8 months ആയി. ഞാൻ പുറത്ത് നിന്ന് ഇതുപോലെ തന്നെ മുൻപ് 2 ഡെനിമ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡെനിമിന് നമുക്കറിയാം, ഡെനിം എന്ന് പറയുമ്പോൾ പുറത്ത് നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും പ്രൈസ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 250 രൂപയ്ക്ക് ആ ഒരു ക്വാളിറ്റിയിലൊക്കെ കിട്ടുന്ന ഇങ്ങനെ ഒരു ഡെനിം എന്തുകൊണ്ടും വേർത്താണ്. ഇതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെയും എനിക്ക് തോന്നുന്നു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ആക്കാൻ പറ്റുന്ന സൈസ് തന്നെ ആ പേജിൽ അവൈലബിൾ ആണ്. പക്ഷെ കുറെയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. കാരണം സൈസിലായിക്കോട്ടെ, ഇപ്പൊ ഒരു പേജിൽ തന്നെ നമുക്കറിയാം കുറച്ചധികം പ്രൊഡക്ട്സ് അതിന്റെ സിമിലർ ആയിട്ടുള്ള വേറെ വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ പോലും കുറെ അധികം ഒക്കെ പ്രൊഡക്ട്സ് വേണം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അതുപോലെ തന്നെയാണ് ഈ സൈസും. നമ്മൾ ഉദ്ദേശിച്ച സൈസ് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സൈസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല, അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ കുറെ സമയം കഴിഞ്ഞാൽ റീസ്റ്റോക്ക് ആകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്തും കുറെ 10 വയസ്സ് വരെയുള്ള ബേബീസിനുള്ള സൈസസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വലിയൊരു സൈസ് തന്നെ ആയിരുന്നു. കുറെ അധികം അങ്ങനെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടും നല്ല വർത്ത് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആ ഒരു പ്രൈസിന് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഏറ്റവും എനിക്ക് വാങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഹെയർ ബാൻഡ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഹെയർ ബാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു 3 വരുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ ബേബി ഗേൾസ് ഒക്കെ ഉള്ള പേരൻസിന് അറിയാം, ഏതൊരു ഡ്രസ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിന് പറ്റിയിട്ടുള്ള എല്ലാത്തരം ആക്സസറീസും ഇപ്പൊ മീൻസ് ചപ്പൽ ഷൂ മുതൽ നമുക്ക് ഹെഡ് ബാൻഡ്സ് വരെ നമുക്ക് അതിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹെഡ് ബാൻഡ്സ് ആയിക്കോട്ടെ ആക്സസറീസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഈ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് തന്നെയായിരിക്കും എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ വേർത്തായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇങ്ങനൊരു ഹെഡ് ബാൻഡ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണെന്ന് ചിന്തിക്കും. അപ്പൊ ഉണ്ടല്ലോ ആ ഒരു പ്രൈസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ സെറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സംഭവം ഓൺലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് കൊടുക്കുന്ന ആ പ്രൈസേ വരുള്ളൂ. ഇങ്ങനെ സെറ്റ് ആയിട്ട് നമുക്ക് 3-4 പീസൊക്കെ കിട്ടുന്നത് എനിക്ക് പൊതുവെ ഇത്രയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത എത്രയോ പേരുണ്ടാവുമല്ലോ, അവർക്ക് പുറത്തുനിന്ന് എടുക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരോടല്ല, ഈ ഓൺലൈനിൽ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ അങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഞാനും പലപ്പോഴായിട്ട് ഞാൻ പറയുന്ന കാര്യവും ആ ഒരു ഇതെടുത്തത് ഇത്രയായില്ലേ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതെടുത്തത് എത്രയോ കുറവല്ലേ എന്നൊക്കെ പലപ്പോഴായിട്ട് ഞാനും പറയുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹെഡ് ബാൻഡ്സ് ഒരു പീച്ച് കളറിൽ വന്നിട്ടുള്ളത് ഞാൻ ഇതേപോലെ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു എന്താ പറയാ ഹെഡ് ബാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ബേബീസിനൊക്കെ വെയർ ചെയ്യുന്ന സമയത്ത് ഇറിറ്റേറ്റഡ് ആവുമോ ഒരു ഹെഡിലൊക്കെ ഇടുന്ന സമയത്ത് എന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ. കാരണം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നോക്കിയാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ ഫ്ലവർ ഒക്കെ ആയിക്കോട്ടെ, ഒരു സോഫ്റ്റ് ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനു മുൻപും എന്റെ മോള് 1 month മുതൽ ഇപ്പൊ 8 months വരെ ഞാൻ ഈ ഹെഡ് ബാൻഡ്സ് ഒക്കെ കൂടുതലും, അതായത് ആക്സസറീസ് ആയിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റവും കൂടുതൽ ഓൺലൈനാണ്. ഡ്രസ്സും ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ നമ്മൾ പുറത്തുനിന്നും അതുപോലെ എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ആക്സസറീസ് എടുത്തിരിക്കുന്നതൊക്കെ ഓൺലൈൻ വഴി തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ട് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബേബീസിന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറിറ്റേറ്റ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇതാണ് അതിന്റെ കൂടെ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത്. അതിന്റെ ഫ്രണ്ടിലുള്ള ഈ ഫ്ലവർ ഒക്കെ കാണാനായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ആൻഡ് സോഫ്റ്റ് ഫ്ലവർ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ് ബാൻഡ്സ് ആണ് കേട്ടോ.
ഇതിന്റെ കൂടെ ഉള്ളത് ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടില്ലേ നല്ല രസം ഉണ്ടാവുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഇതിട്ട് കൊടുത്ത് കാണാനായിട്ട്. ഇതും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ 3 പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഭയങ്കര ഒരു നല്ലൊരു കുറച്ച് എളുപ്പമുള്ള ഒരു ബോയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ടൈപ്പ് ഒരു ലെങ്ത് കുറച്ച് കുറഞ്ഞിട്ടുള്ള അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രൈസ് വന്നിട്ട് ഒരു 300 സംതിങ് 303 റുപ്പീസ് ഒക്കെ ഉള്ളൂ. അതായത് ഒരു 1 പീസിന് 100 റുപ്പീസ് ഒക്കെ വെച്ചിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പുറത്തു നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 3 ഹെഡ് ബാൻഡ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും അല്ല കേട്ടോ, ഈ ഒരു പേജിൽ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് അതിന് സിമിലർ ആയിട്ടുള്ള കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതും കൂടാതെ നമുക്കറിയാം നിങ്ങളൊക്കെ കൂടുതൽ കാണുന്നതായിരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും ഒന്നും അല്ലാത്ത രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ ബേബീസിനൊക്കെ നമുക്ക് ഇട്ടിട്ട് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ട് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു തന്നെയാണ് കേട്ടോ. നല്ലൊരു കളറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് വെല്ലി ഷൂസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് പൊതുവെ മക്കൾക്ക് ഇതുപോലത്തെ ഷൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ടെൻഷൻ തോന്നാറുണ്ട്. സൈസ് കാരണം കുഞ്ഞതല്ലേ, അപ്പൊ സൈസ് കറക്റ്റ് ആകുമോ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ എന്തൊരു കാര്യം എടുക്കുകയാണെങ്കിലും ചെറിയ ഇപ്പൊ മക്കൾക്ക് ആയതുകൊണ്ട് അവർക്ക് കറക്റ്റ് ഇതുപോലെയൊക്കെ എടുക്കുന്ന സമയത്ത് ഡ്രസ്സസ് ഒക്കെ ഒരു സൈസ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് എക്സ്ട്രാ നമ്മൾ എടുത്താലും ബേബീസിന്റെ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെ അതിന്റെ കറക്റ്റ് കൊടുത്താലും ഉണ്ടല്ലോ കുറച്ച് വലുതായിട്ടാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് അല്ലേ ഇതൊരു ചെറിയൊരു സൈസ് കൂടുതലാണ് എങ്കിലും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. വെറും 150 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഷൂസ് ഞാൻ അതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 150 രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ നല്ല ക്യൂട്ട് ആയിട്ടുള്ളത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണല്ലേ. വെൽവെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കങ്ങനെ ഇപ്പൊ നടക്കാത്ത കുഞ്ഞുങ്ങളാണല്ലോ. ഇപ്പൊ അവർക്ക് നമ്മൾ നടക്കുന്ന സമയമൊക്കെ ആവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ല നല്ല ഷൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സോഫ്റ്റ് ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. പ്രത്യേകിച്ച് ബേബി ഗേൾസിനാവുമ്പോൾ ഈ ഫ്രോക്ക് മറ്റു ഐറ്റംസ് ഒക്കെ ഇടുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ ഒരു ഷൂസും കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കര ചീപ്പായിട്ടുള്ള ഈ ഒരു 150 രൂപയ്ക്ക് ഈ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിട്ടോ. ഇതിന്റെ തന്നെ വേറെ 2 കളേഴ്സും കൂടി ഉണ്ട്. ഒരു റോസ് ആൻഡ് റെഡ് ആണെന്ന് തോന്നുന്നു കളേഴ്സും കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു തന്നെയാണ് കേട്ടോ. ഉള്ളിലും ഇങ്ങനെ എന്താ പറയുക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു സ്പോഞ്ച് ടൈപ്പ് നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. ഒരു വെൽവെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് 150 രൂപ. ആ ഒരു പ്രൈസിനൊക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു തന്നെയാണ് കേട്ടോ. കുറെ അധികം സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ബേബീസിന്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതും ഒരു 1 ഇയർ ബേബീസിന് വരെയുള്ള സൈസസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കുറേ കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറേ അധികം റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു ഇതും. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റു ഹെയർ ബോ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ഷൂസ് അല്ലെങ്കിൽ ആക്സസറീസ് ഒക്കെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുവരെ എന്റെ ബേബീസ് വന്ന അന്ന് മുതൽ ഈ ഒരു 8 മന്ത്സ് നിൽക്കുന്നത് വരെയുള്ള ഒരു സമയത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ പേരൻസിനും ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. ഒരു ആദ്യം തന്നെ ഞാൻ ഇതിന്റെ പ്രൈസ് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. ഒരു 200 സംതിങ് 300 താഴെ നിൽക്കുന്ന ആ ഒരു പ്രൈസിനാണ് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു 3 ബ്ലാങ്കറ്റ്സ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇത് എടുത്ത് കാണിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബേബീസ് വന്നതിന് ശേഷം ഒരു 3 to ഈ ഒരു മന്ത് വരെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. വാങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ട് കുറച്ചധികം കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. ഇതിന്റെ സൈഡിലായിട്ട് മൊത്തത്തിൽ ഒരു വീഡിയോ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഒരു മൈക്രോ ഫൈബർ ആ ഒരു ബ്ലാങ്കറ്റ് എന്നൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു എന്താ പറയാ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു ബ്ലാങ്കറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ബേബീസ് ഒക്കെ ഉള്ള പാരന്റ്സിന് അറിയാം ഇങ്ങനെയുള്ള നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന സമയം മുതൽ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നതിന് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവങ്ങളാണ് ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ എന്നുള്ളതിൽ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം കുറച്ച് ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചത് കൊണ്ടുണ്ടല്ലോ
കൂടുതലും വലിയ വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ പുറത്തുനിന്നാണ് കൂടുതലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയട്ടെ, അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്. കാരണം പുറത്ത് നിന്ന് കൊടുത്ത് വാങ്ങിയിട്ടുള്ള എത്രയോ സംഭവങ്ങളുടെയൊക്കെ പ്രൈസിന്റെ ഒക്കെ നാലിലൊരു ഭാഗം മാത്രമേ ഓൺലൈനിൽ വാങ്ങുന്ന ഇങ്ങനെയുള്ള ഐറ്റംസിനുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു 3 ബ്ലാങ്കറ്റ്സിന് 200 സംതിങ് റുപ്പീസിന് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കൂടുതൽ പേരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഒരു റാൻഡം കളേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ഈ കളേഴ്സ് അല്ല, ഏത് കളേഴ്സ് വേണമെങ്കിലും കിട്ടാം. കണ്ടില്ലേ ഇത്രത്തോളം ലെങ്ത് വരുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു 3 പ്രൈസ് ആണ് ഇത്ര പറഞ്ഞത്. എനിക്ക് ഈ ഒരു 3 കളേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കളേഴ്സ് കുറച്ച് ഡാർക്ക് കളേഴ്സ് ഒക്കെ ആയിട്ട് തോന്നും. ഇപ്പൊ നമ്മൾ ബേബീസിനാണെങ്കിലും പൊതുവെ ഇതുപോലത്തെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. പിന്നെന്ന് പറയുമ്പോൾ ബ്ലാങ്കറ്റ്സ് ആണല്ലോ, അവർക്ക് വേണ്ടത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആണ്. അവർക്ക് ഇതിപ്പോ നമുക്ക് കിടക്കുന്ന ഒരു ക്രാഡിൽസിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഭാഗത്തൊക്കെ ഇത് കൊടുത്താലും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൊടുത്താലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ബേബീസിനൊക്കെ നമ്മൾ സിയിലൊക്കെ കിടക്കുന്ന സമയത്തേക്ക് ഇങ്ങനത്തെ ഒരു ബ്ലാങ്കറ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കുറേയൊക്കെ സമയം അവര് കിടക്കുന്നതൊക്കെ, എന്റെ മക്കളുടെ കാര്യമാണെങ്കിൽ പോലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല ലെങ്ത് വിത്തൊക്കെയുള്ള നല്ലൊരു ബ്ലാങ്കറ്റ്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ഒരു 3 to 8 months വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം അതിന്റെ ഒരു വാശി കഴിഞ്ഞിട്ടുണ്ടാവും, എത്ര വാശിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് കാണിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് വാഷ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണോ കയ്യിൽ കിട്ടിയത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇത്രയും പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചതിൽ, ഇപ്പൊ മറ്റു പ്രൊഡക്ട്സ് ഒക്കെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ കാണിച്ചതിൽ വെച്ചിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ നമ്മളെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞ അഫോർഡബിൾ പ്രൈസിന് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേയധികം പ്രൊഡക്ട്സ് നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും കാണിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ നല്ലൊരു ക്വാളിറ്റി ബ്ലാങ്കറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ കറന്റ് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. സോ നമ്മൾ അതുപോലെ തന്നെ സിമിലർ ആയിട്ട് കുറേയധികം റിവ്യൂസും അല്ലെങ്കിൽ മറ്റുള്ളവർ വാങ്ങി എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ലിങ്കോ കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ആക്കുക കേട്ടോ. ഇതിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ ക്വാളിറ്റിയുള്ള കുറച്ചധികം പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചത്. ഇത് കൂടാതെ തന്നെ വാങ്ങിയിട്ടുള്ളതിൽ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതെനിക്ക് അത്രത്തോളം അങ്ങനെ തോന്നിയില്ല. ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇതാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന പ്രൊഡക്റ്റും ഉണ്ടാവുമല്ലോ. വാഷ് കഴിയുമ്പോഴായിരിക്കും അതിന്റെ കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. മുൻപ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ അങ്ങനെ കുറെ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, നമുക്കൊന്ന് അറിയാനായിട്ട് വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ കാണിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഭയങ്കര എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.